എറണാകുളത്തിലെ ഏറ്റവും ബെസ്റ്റ് ബീച്ചിലെ ഒരു ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. കുഴുപ്പള്ളി ബീച്ച്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ചെറായി ബീച്ച്. പക്ഷെ നമ്മൾ അവിടെ ക്രൗഡാണ് കൂടുതൽ. പക്ഷെ നമുക്ക് കുഴുപ്പള്ളി വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷനാണ്. വണ്ടി എടുത്ത് വന്നോളൂ. ഇത് നമ്മൾ സൈഡും കായലോട് ചേർന്ന റോഡിലൂടെയാണ് നമുക്ക് അവിടെ എത്തുന്നത്. ഏകദേശം ചെറായി ബീച്ചിൽ നിന്ന് നമുക്കൊരു 2-3 കിലോമീറ്റർ ഉള്ളൂ കുഴുപ്പള്ളി ബീച്ചിലേക്ക്. നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തി. ഈ കാണുന്ന വ്യൂ നമുക്ക് അവിടെ അടിപൊളിയായിട്ട് ആസ്വദിക്കാം. നമുക്കിതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, കാരണം നമുക്ക് ക്രൗഡില്ല. നമുക്ക് നേരെ മറിച്ച് ചെറായി ബീച്ചിൽ പോയി കഴിഞ്ഞാൽ അതുപോലെ ക്രൗഡാണ്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരു പ്രൈവസി കിട്ടില്ല. പക്ഷേ ഈ ഒരു ബീച്ച് നമ്മൾ സെലക്ട് ചെയ്യാൻ നമുക്ക് അത്രയും ടൈം നമുക്ക് ഈ ക്രൗഡ് ഇല്ലാണ്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ഫാമിലി ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സായിട്ട് അത്രയും ഫ്രീ ആയിട്ട് നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈവനിങ് ടൈമിലും പോയിട്ടുണ്ട്, മോർണിംഗ് ടൈമിലും പോയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം മോർണിംഗ് തന്നെയാണ്. നമ്മൾ സൂര്യൻ ഉദിച്ച് വരുന്നത് നമുക്ക് അത്രയും ഇപ്പോൾ കമ്പാരിറ്റീവ് വെയിൽ കൂടുതലാണല്ലോ, അത്രയും വെയിൽ നമുക്ക് ഉണ്ടാവില്ല. ഈവനിങ്ങിനേക്കാളും ഒരു ബെറ്റർ ചോയ്സ് എപ്പോഴും മോർണിംഗ് തന്നെയാണ്. കുഴുപ്പള്ളി ബീച്ച് ശരിക്കും പറഞ്ഞാൽ എറണാകുളം ജില്ലയിൽ വൈപ്പിൻ ബ്ലോക്കിലെ ഒരു ഗ്രാമപഞ്ചായത്താണ് ഈ കുഴുപ്പള്ളി എന്ന് പറഞ്ഞത്. അറബിക്കടലിനോട് ചേർന്ന് കാണുന്ന ഒരു ബീച്ചാണിത്. മോസ്റ്റ്ലി എല്ലാവരും ചെറായി പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്പോട്ട് എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ബീച്ച് സൈഡിൽ അത്രയും എൻജോയ് ഉണ്ടെങ്കിൽ ഏറ്റവും നമുക്ക് പ്രിഫർ ചെയ്യാവുന്ന ലൊക്കേഷൻ തന്നെയാണ്. ഇതിനോട് ചേർന്ന് ഇഷ്ടംപോലെ നമുക്ക് റിസോർട്ടും ഹോട്ടൽസും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യത്തിൽ പേടിക്കില്ല. നമുക്ക് അവിടെ റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു ലൊക്കേഷൻ തന്നെയാണ്. ചാനൽ കാണാൻ നിങ്ങൾ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സപ്പോർട്ടാണ്, നിങ്ങളുടെ സപ്പോർട്ട് നീ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. കടലിനോട് ചേർന്ന കാറ്റും കൊണ്ട് സൂര്യോദയവും സൂര്യാസ്തമയം കണ്ട് ആസ്വദിക്കുന്ന ഒരു വൈബ് നമുക്ക് വേറെ എവിടെ പോയാലും കിട്ടില്ല. നമുക്ക് കുട്ടികളായാലും ഫാമിലി ആയിട്ട് നമുക്ക് അത്രയും വൃത്തിയുണ്ട്, അത് ക്ലീനാണ്. നേരെ മറിച്ച് ചെറായിലൊക്കെ ഇത്രയും ക്ലീനല്ല. തിരുവനന്തപുരം അവിടെ നമ്മൾ കോവളം ബീച്ചിലേക്ക് പോയാലും ഇത്രയും ക്ലീൻ ആയിട്ടുള്ള ബീച്ചല്ല. യാതൊരു സ്മെല്ലോ വേറെ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. കാരണം നമുക്ക് ഫ്രീ ആയിട്ട് നമുക്കൊരു എത്ര മണിക്കൂർ വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാം. ഈവനിങ് മോർണിംഗ് ടൈം രണ്ടും മിക്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈവനിങ്ങിൽ പിന്നെയും കുറച്ചും കൂടി ക്രൗഡ് ഉണ്ട്. കണ്ടോ, ആ സൂര്യാസ്തമയം നമുക്ക് ഇവിടെ നിന്ന് നേരിട്ട് ആസ്വദിക്കാം. ഫുൾ വ്യൂവിൽ ഇത്രയും കാണുന്ന ആൾക്കാരേ ഉള്ളൂ. ഈവനിങ് ടൈമിലാണ് കുറച്ചും കൂടിയും ആളുകൾ കൂടുതലായി. മോർണിംഗിൽ യാതൊരു ആൾക്കാരില്ല. എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ ചെയ്യാം. അത്രയും ഫ്രീ ആണ് അവിടെ. നിങ്ങൾ ഒരു വൺ ഡേ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ്. കടലിലെ കാറ്റൊക്കെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ച് ഇവിടെ ഇങ്ങനെ എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് ചിലവഴിക്കാം. കാരണം നമുക്ക് മടുക്കില്ല. അവിടുന്ന് ഇറങ്ങി പോകാനേ നമുക്ക് തോന്നില്ല. ബീച്ചിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് വേറെ എവിടെയായാലും ഒരു ടൈം കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് മാറിപ്പോകാനുള്ള ഒരു ടെൻഡൻസി വരും. പക്ഷെ ബീച്ചിൽ ആ കടലിൽ നോക്കിയിരുന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ നമുക്ക് ഇരിക്കാം. അത്രയും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നിൽക്കാം. കാരണം ആ കാറ്റും കൊണ്ട് ആ തിരമാല വരുന്നത് നോക്കി ഇരിക്കുന്നതിൻ്റെ സുഖം വേറെയാണ്. സൂര്യാസ്തമയം നോക്കുക, സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്ന ഓരോ സീനും അത് അടിപൊളിയാണ്. കാരണം അതിൻ്റെ സൂര്യൻ്റെ കളർ ഇങ്ങനെ ചേഞ്ച് ആവുന്നതും പയ്യെ 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 അത് കടലിലേക്ക് ഇങ്ങനെ മുങ്ങിത്താഴുന്നതും നമുക്കിവിടെ ആസ്വദിക്കാൻ പറ്റും. നമുക്ക് മൈൻഡ് ഫ്രീ ആവും. കാരണം നമുക്ക് വേറെ ക്രൗഡില്ല. ഈ കടലിനോട് ഇങ്ങനെ കണ്ട് 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 നമുക്ക് നമ്മുടെ മൈൻഡ് അതിൻ്റെ ഫ്രീ ആവും.
കുറച്ചും കൂടി നമുക്ക് വേണം, നമുക്ക് ഒന്ന് ഒറ്റയ്ക്ക് മാറി നിൽക്കണം, അല്ലെങ്കിൽ ഈ ക്രൗഡിൽ നിന്ന് മാറണം, അല്ലെങ്കിൽ നമുക്കൊന്ന് പോയി വരാൻ പാകത്തിന് ഏറ്റവും നല്ല ഈ ബീച്ച് തന്നെയാണ്, ബീച്ച് സൈഡ് തന്നെയാണ്. നമുക്ക് അതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ടൈം നമുക്ക് എങ്ങോട്ട് പോകുന്ന പോലും നമുക്കറിയില്ല. ഇതുപോലെ ഇങ്ങനെ ഈവനിങ്ങിൽ നമുക്ക് ആ ബീച്ച് സൈഡിൽ നിന്ന് ആസ്വദിക്കുന്ന ആ ഒരു കിക്ക് അടിപൊളിയാണ്. നമുക്ക് ഈ കോവളം ബീച്ചൊക്കെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നേരെ മറിച്ച് ഇവിടെയൊക്കെ നമുക്ക് എമൗണ്ട് ബഡ്ജറ്റ് വേസ് റൂംസൊക്കെ ചെറിയ എമൗണ്ടാണ്. ഹോം സ്റ്റേ ഉണ്ട്. മോർണിംഗ് ഒക്കെ ഒരു രാവിലെ ഇത് രാവിലെ കാണുന്ന ഒരു വ്യൂ ആണ്. രാവിലെ ഒരു പ്രത്യേക, കാരണം എല്ലാവരും ഈവനിങ് ടൈമിലെ കൂടുതലും പ്രിഫർ ചെയ്യും. പക്ഷെ രാവിലെ ടൈം സൂര്യൻ ഉദിച്ച് വരുന്നതും ആ സൂര്യൻ്റെ പ്രകാശം ആ കടലിലേക്ക് ഇങ്ങനെ വന്ന് ചേരുന്നത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്കൊരു ഇപ്പം എന്തേ മെൻ്റലി നിങ്ങൾക്കൊരു ഒന്ന് ഫ്രീ ആവണം, ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ബീച്ച് സൈഡ് തന്നെയാണ്. ഒരു ഫാമിലിയുടെ കുട്ടികളായിട്ട് വന്ന് നിൽക്കുന്നതിന് വലിയ ഇഷ്യൂസൊന്നുമില്ല. പക്ഷെ നമുക്കൊരു അവിടെ ഈ സെക്യൂരിറ്റി ഒന്നും ഇല്ല ഈ ബീച്ചിൽ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മൾ സേഫ്റ്റി ഒന്ന് നോക്കണം, അധികം കടലിലേക്ക് ഇറങ്ങി പോകാണ്ടിരിക്കാൻ നോക്കണം. ക്ലീനാണ്. ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസോ ചില ബീച്ചിൽ നമുക്ക് ഭയങ്കര സ്മെല്ലായിരിക്കും. അങ്ങനെ ഒരു ഇഷ്യൂസ് ഒന്നുമില്ല, പക്ക ക്ലീനാണ്. നമുക്ക് എത്ര വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈമും ഉണ്ട്. നമുക്ക് ഇന്ന ടൈമിൽ കയറി പോകണമെന്നോ സെക്യൂരിറ്റിയോ ഗാർഡോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ നമ്മൾ കുറച്ചും കൂടി കരുതിയിരിക്കണം, അധികം ബീച്ചിലേക്ക് കടന്നു പോകരുത്. ശരിക്കും ഇങ്ങനെ ബീച്ചിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ അതോട് ബന്ധപ്പെട്ട് ഇങ്ങനെ പക്ഷികളും മൃഗങ്ങളും ആ കടലിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മൾ മാത്രമല്ല, ആ കടലിനെ ഇങ്ങനെ ഇത് കണ്ടു. ഇതൊരു കടൽക്കാക്കയാണ്. ഒരുപാട് പക്ഷികളും മൃഗങ്ങളും ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ബീച്ചിൽ നടന്ന് ഇങ്ങനെ ഒരു ടൈം കഴിയുമ്പോൾ നിൽക്കും, മൈൻഡ് ഭയങ്കര ഫ്രീ ആവും. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്ത് ഒരു ബീച്ചാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിൽ കുഴുപ്പള്ളി ബീച്ച് ലിസ്റ്റിൽ വെച്ചോ, ഒരിക്കലും അത് മിസ് ചെയ്യരുത്. നിങ്ങൾ ഒന്നും നോക്കരുത്, കാരണം ഇതിൽ ബീച്ചാണ് സെലക്ട് കുഴുപ്പള്ളി ബീച്ച് തന്നെയാണ്. ചെറായി വന്നവരെല്ലാവരും ഈ പ്ലേസ് മിസ് ചെയ്യരുത്. കാരണം അവിടെ ചെറായി ബീച്ചിന് അധികം ദൂരമില്ല ഇങ്ങോട്ട്. നിങ്ങൾക്കൊരു 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ ഇവിടെ എത്താൻ. നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണില്ലേ, എന്നെ സപ്പോർട്ട് ചെയ്യണം.